നരേന്ദ്രമോദി കേരളത്തിൽ അടിക്കടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാലക്കാട് റോഡ് ഷോ ഉണ്ടായിരുന്നു, 1 മണിക്കൂർ നേരത്തെ BJPയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ പക്ഷേ മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുസലാമിന് മാത്രം അതിൽ ഇടം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് SPG ആണ് അനുമതി നിശ്ചയിച്ചത്. അതർവൈസ് മോദി വന്നു ഓൾ ദി ബെസ്റ്റ് ഒക്കെ എന്നോട് പറഞ്ഞു. അദ്ദേഹം സ്നേഹത്തോടെ പെരുമാറിയാണ് പോയത്, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇടം കിട്ടാത്തത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. രാജിംസ് എന്താ തോന്നുന്നു? ഇപ്പോൾ അബ്ദുസലാമിന് മോദിയുടെ റോഡ് ഷോയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സാധാരണ സാങ്കേതിക പ്രശ്നമായിരിക്കുമോ, അതോ അതിനപ്പുറത്ത് BJP ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളല്ലാതെ ആരെയും പരിഗണിക്കുന്നില്ല, ആർക്കും സ്പേസ് കൊടുക്കാത്തൊരു ഗ്രൂപ്പാണ്. കഴിഞ്ഞ 2019 അവരുടെ സ്ഥാനാർത്ഥി പറ്റി നോക്കിയാലും അറിയാം. സോ അതിന് ആ ഇമേജിന് വിഘാതം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കുമോ ഈ പേരുള്ള ഒരാളെ വേണ്ടെന്ന് വെക്കുന്നു? നമ്മളിപ്പോൾ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് അതിലൊരു ജഡ്ജ്മെൻറ്റലായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അബ്ദുസലാം പറയുന്നുണ്ട്, ഞാൻ വാഹനത്തിനടുത്തേക്ക് ചെന്നിരുന്നു, അപ്പോൾ അതിൽ സ്ഥലമില്ല, അപ്പോൾ ഞാൻ പിന്മാറുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത വന്നത് SPGയുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ അദ്ദേഹം അതിലുണ്ടാവുമായിരുന്നു, അവസാന ഘട്ടത്തിൽ അത് ഒഴിവാക്കിയതായിരിക്കാം, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സ്ഥലമില്ലായ്മ കൊണ്ട് അദ്ദേഹം പിന്മാറിയതാവും. ഇത് രണ്ട് സാധ്യതയുണ്ട്, നമുക്കറിയില്ല. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് മോദി റാലി നടത്തുന്നു. അതിൽ മുമ്പ് തന്നെ BJP നേതൃത്വം നൽകുന്ന ലിസ്റ്റ് പ്രകാരം പാലക്കാട്, പൊന്നാനി, മലപ്പുറം ഈ 3 സ്ഥലങ്ങളിലെയും BJP സ്ഥാനാർത്ഥികൾ മോദിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ അറിയിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഡോക്ടർ അബ്ദുസലാം ഉണ്ടെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് നന്നാവുമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട BJP സ്ഥാനാർത്ഥികളിലെ ഒരേ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് ഡോക്ടർ അബ്ദുസലാം. നമുക്കറിയാം 2014 7 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, 7 തൂക്കുകയാണ് ചെയ്തത് BJP. 2019 അതുപോലെ 3-4 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അവരെല്ലാവരും തോറ്റു, ഒരാൾ പോലും ജയിച്ചിട്ടില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, 2022 ശേഷം 2022 ജൂലൈ മാസത്തിൽ MJ അക്ബർ അതുപോലെ ഷാനവാസ് ഹുസൈൻ മുഖ്താർ അബ്ബാസ് നഖ്വി ഈ 2 പേർ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞതോടുകൂടി പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഈ രാജ്യത്തെ മുഴുവൻ അസംബ്ലി സീറ്റുകൾ, അതാണ്ട് 4900 സീറ്റുകൾ വരും, ഇത് രണ്ടും കൂടുമ്പോൾ അസംബ്ലി സീറ്റുകളും പാർലമെൻറ്റിലും ഒരു മുസ്ലിം പോലും BJP കാൻഡിഡേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ BJPയുടെ അംഗമായിട്ടില്ല ഈ രാജ്യത്ത് എന്നുള്ളതാണ്. അപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർന്ന നരേന്ദ്രമോദിക്ക് അത് സബ്കാ സാത്ത് അല്ല, എല്ലാവരുടെയും കൂടെ അല്ല അദ്ദേഹം എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ സ്റ്റാറ്റിസ്റ്റിക്സിനെതിരായ വിമർശനമെങ്കിലും മറികടക്കാൻ അബ്ദുസലാമിനൊക്കെ കയറ്റായിരുന്നു. കാരണം അതിലൊരു ക്യാമറാമാൻ ഓൾറെഡി ആ വണ്ടിയിലുണ്ടായിരുന്നു. ആ ക്യാമറാമാനെ മാറ്റി നിർത്തിയാൽ തന്നെ ആ പർപ്പസ് പൂർത്തിയാകുമായിരുന്നു. പക്ഷേ മോദിക്ക് അതിനപ്പുറമുള്ള പർപ്പസ് ക്യാമറാമാനാണ്, അബ്ദുസലാം അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഒഴിവാക്കിയത്. മറ്റൊരു കാര്യം, ഇനി ഞാൻ വിചാരിക്കുന്നതിന് ഇപ്പോൾ തീരെ ഇപ്പോൾ അബ്ദുസലാം മാത്രമായിരിക്കും ആ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് BJP പട്ടികയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ കാശ്മീരിൽ അവർക്കൊരു MLA ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ അദ്ദേഹം MLA അല്ല, സംസ്ഥാന പദവിയിൽ അതുകൊണ്ട് MLA അല്ല, പക്ഷേ അദ്ദേഹം എപ്പോഴും പാർട്ടിയിലുണ്ട്. മറ്റൊന്ന് ലക്ഷദ്വീപിൽ ചിലപ്പോൾ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി ഉണ്ടായേക്കാം. അങ്ങനെ ഒരു 2-3 പേരൊക്കെ വന്നേക്കാം, പക്ഷേ ജയിക്കുന്ന ഒരു സീറ്റിലും അവരുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു 30% മുസ്ലിം പോപ്പുലേഷനുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി പോലും അവർ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഈ മധ്യപ്രദേശ് ഇലക്ഷൻ പോയി കഴിയുമ്പം ഭോപ്പാൽ നോർത്ത് എന്ന് പറയുന്നൊരു മണ്ഡലമുണ്ട്, അതൊരു മുസ്ലിം ഡൊമിനൻ്റ് ഏരിയയാണ്, പഴയ ഭോപ്പാലിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് 50% അവിടെ മുസ്ലിം പോപ്പുലേഷൻ, അവിടെ പോലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ BJP നിർത്തിയില്ല എന്നുള്ളതാണ്. തോറ്റാലും കുഴപ്പമില്ല, വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാവും, വിരലുണ്ടാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും, തൂക്കുന്ന സ്ഥലത്തുണ്ടാവും. അതിനെപ്പറ്റി BJP വക്താക്കൾ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്, BJP നേതാക്കൾ പറയുന്നത്, അങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു 30% മുസ്ലിം പോപ്പുലേഷൻ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ടൊരു മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയാൽ മുസ്ലിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യില്ല, ഹിന്ദുക്കൾ നമുക്ക് വോട്ട് ചെയ്യില്ല. അത് പറഞ്ഞ ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ തോക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതിലും ഭേദം ഒരു ഹിന്ദു കാൻഡിഡേറ്റ് നിർത്തി ബാക്കി 70% വോട്ട് നേടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ജയിക്കാനുള്ള മാർഗ്ഗം. ജയിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായി ലക്ഷ്യമെന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ടോക്കണിസം എന്നൊരു കാര്യമുണ്ടല്ലോ, ടോക്കണിസത്തിൻ്റെ വക്താവാണ് മോദി എന്ന് ദാവൂദ് ഇപ്പോഴും പറയാറുണ്ട്. ആ ടോക്കണിസത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അബ്ദുസലാമിനെ വണ്ടി കയറ്റാമായിരുന്നു. ദാവൂദ് എന്താ തോന്നുന്നത്, എന്താ ഈ കഥ? ഈ അബ്ദുസലാം എന്ന് പറയുന്ന ആളെ പിന്നെ 2011 മുതൽ 15 വരെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പലതവണ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ VC ആക്കുന്നത് UDF ഗവൺമെൻറ്റാണ്, മുസ്ലിം ലീഗാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC മുസ്ലിം ലീഗിൻ്റെ ആളായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രപ്പോസ് ചെയ്യുന്ന ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി, നന്നച്ചൊരു UDFൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ VC ആയിട്ട് വരുന്നത്. അങ്ങനെ 2014 മോഡി അധികാരത്തിൽ വരുന്നത്. മോഡി അധികാരത്തിൽ വന്നപ്പോൾ VCയുടെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ പിറകിൽ നരേന്ദ്രമോദിയുടെ പടം തൂക്കി വെച്ച കേരളത്തിലെ ഏക VC ആണ് അദ്ദേഹം. ഇത് UDF നോമിനേറ്റ് ചെയ്ത ഒരു
ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മോഡിയുടെ പടം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു പ്രത്യേകതരം ഫ്രെയിമിലാണ് ആ പടം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മുതലേ എന്താണ് മോഡി ഭക്തിയാൽ ഇങ്ങനെ പ്രചോദിതനായി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പാവത്തെയാണ് ഇന്ന് വണ്ടി സ്ഥലമില്ലാതെ, ആ വണ്ടി സ്ഥലമുണ്ട്, വണ്ടിയുടെ പടവും ഇത് നമ്മൾ കാണുന്നുണ്ട്, ആ വണ്ടി സ്ഥലമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ അബ്ദുസ്സലാമിന് മാത്രം എന്തുകൊണ്ട് സ്ഥലം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആ വിശദീകരണം എനിക്ക് ലോജിക്കലായിരുന്നു. SPG സമ്മതിച്ചില്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഈ ഇദ്ദേഹത്തിന് ഗാർഡ്, മോഡിയുടെ സുരക്ഷാ ചുമതലയുള്ള ആളുകളാണ്. അതിന് നല്ല സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അബ്ദുസ്സലാം എന്നൊരു പേര് ഒരു സുരക്ഷാ പ്രശ്നമാണ്. അബ്ദുസ്സലാം എന്ന പേര് ഒരു ശരിക്കും അതൊരു സുരക്ഷാ പ്രശ്നമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി എന്താണ് നിവേദിത, അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നുണ്ട് എന്ന് സലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും SPGക്ക് ഈ പറയുന്ന സുരക്ഷാ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ ഈ ന്യൂയോർക്കിലെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ച് തപ്പി പരിശോധിച്ച ഓർമ്മയുണ്ടോ? അദ്ദേഹം ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം പോയതിന് ശേഷമാണ്, ടേം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ ഒരു ലോകത്തെ ഒരു മഹാരാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മനുഷ്യനെ തടഞ്ഞു വെച്ച് ദേഹപരിശോധന നടത്തിയില്ലേ? അത് അദ്ദേഹം ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷമാണ് രണ്ടാമത് തിരിച്ചു വിളിച്ച് പരിശോധന നടത്തുന്നത്. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കലാം എന്നുള്ളതാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അബ്ദുസ്സലാം എന്നുള്ളതാണ്. ഇതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. ഈ മോഡിയാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയാണെങ്കിലൊക്കെ ഉയർത്തുന്ന അവർ കൊണ്ടു നടക്കുന്ന ബോധത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിനെതിരെയാണ് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാത്ത ഒരാളാണ് അബ്ദുസ്സലാം. അദ്ദേഹത്തിന് ഇനിയെങ്കിലും അബ്ദുസ്സലാമിന് സ്ഥലമില്ലാത്തൊരിടമാണിത് എന്ന് അദ്ദേഹം ഇനിയെങ്കിലും തിരിച്ചറിയുന്നതെങ്കിൽ അത്രയും നല്ലത്. അദ്ദേഹം തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ്. നമുക്ക് നാളെ ഇരിക്കാൻ. നമസ്കാരം.